ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്ഷൻ 4.5 ഡയമെൻഷനിലെ ലാസ്റ്റ് വീഡിയോ. ഈ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച സം ഫണ്ടമെൻ്റൽ തിയറംസ്, അതിൽ ലാസ്റ്റ് തിയറം മീൻസ് തേർഡ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വളരെ സിമ്പിളാണ്, ഷോർട്ടായിട്ടുള്ളൊരു തിയറമാണ്. തിയറം നോക്കാം നമുക്ക്. ഇഫ് W is a subspace of a finite dimensional vector space V, then A part W is finite dimensional, dimension of W less than or equal to dimension of V. Third, W is equal to V if and only if dimension of W is equal to dimension of V. എല്ലാ റിസൾട്ടുകളും വളരെ ഒബ്വിയസ് ആയുള്ള റിസൾട്ടുകളാണ്, എങ്കിലും പ്രൂഫ് പറയാം. ഫസ്റ്റ് കേസ് വളരെ ഡയറക്റ്റ് ആണ്, കാരണം V ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ അതിൻ്റെ സബ്സ്പേസ് എന്തായിരിക്കണം, ഫൈനൈറ്റ് ഡയമെൻഷനിൽ ആയിരിക്കണം. ഇൻഫൈനൈറ്റ് ഡയമെൻഷനിൽ ആവാൻ കഴിയില്ല. അപ്പോൾ എ പാർട്ടിൽ പ്രൂവ് ചെയ്യാനില്ല. ബി പാർട്ട് നോക്കാം. ബി പാർട്ട് ഡയമെൻഷൻ ഓഫ് W is equal to ഡയമെൻഷൻ ഓഫ് B. നമുക്ക് ലെറ്റ് ബി പാർട്ടാണ് ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫ് ബി പാർട്ട്. ലെറ്റ് S is equal to V1 V2 V3 extra Vm be a basis for W. ന്റെ ബേസിസ് എടുത്തു. നമുക്ക് എന്താ കാണിക്കേണ്ടത്? നമുക്ക് ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V എന്നാണ് കാണിക്കേണ്ടത്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ വെക്റ്റർ സ്പേസ് Vയുടെ അകത്തുള്ള ഒരാളാണ് ആര്? W. ഈ Wൻ്റെ ഒരു ബേസിസ് ആണ് V1 V2 എക്സെട്ര Vm. ചിലപ്പോൾ ഈ V1 V2 എക്സെട്ര Vm ആർക്ക് കൂടെ ബേസിസ് ആയി മാറാം? Vക്ക് ബേസിസ് ആയിട്ട് മാറാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡയമെൻഷൻ ഓഫ് W is equal to ഡയമെൻഷൻ ഓഫ് V എന്ന് കിട്ടും. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ചേർത്താനേ ഉള്ളൂ. ഇഫ് S ഈസ് ഓൾസോ എ ബേസിസ്, for V, then dimension of W is equal to dimension of V. ഓക്കെ അല്ലേ? ഇനി അല്ലെങ്കിലോ, ഈ ബേസിസ് Vക്ക് ഒരു ബേസിസ് അല്ലെങ്കിലോ, ഇത് Wൻ്റെ ബേസിസ് ആണ് ബട്ട് നോട്ട് എ ബേസിസ് ഫോർ V ആണെങ്കിലോ, അവിടെ ഈ പ്രൂഫിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്ന റിസൾട്ട് ഞാൻ പറയാം. എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ക്യാൻ ബി എൻലാർജ്ഡ് ടു എ ബേസിസ് എന്നാണ്. അതിന് റിസൾട്ട് ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക. എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ക്യാൻ ബി എൻലാർജ്ഡ് ടു എ ബേസിസ്. ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് നമുക്ക് എൻലാർജ് ചെയ്തിട്ട് എന്താക്കി മാറ്റാം? ഒരു ബേസിസ് ആക്കി മാറ്റാം. ഇപ്പം ഇവിടെ നോക്കിയേ, ഇത് ആരുടെ ബേസിസ് ആണ്? ഇപ്പോൾ Wൻ്റെ ബേസിസാണ്. അത് Vയുടെ ബേസിസ് അല്ലെങ്കിൽ ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അല്ലേ? കാരണം എന്താ? ഇതൊരു ബേസിസ് ആണ്, ബേസിസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ബീയിങ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, S can be enlarged to a basis for V. എൻലാർജ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ കുറച്ച് വെക്ടേഴ്സ് കൂടെ ആഡ് ചെയ്യുക. സോ ബീയിങ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, ദിസ് സെറ്റ് ക്യാൻ ബി എൻലാർജ്ഡ് ടു എ ബേസിസ് ഫോർ V. എൻലാർജ് ചെയ്യാൻ കൂടുതൽ ആഡ് ചെയ്യല്ലേ? അപ്പോൾ നോക്കൂ, Vക്ക് ഒരു ബേസിസ് ഇട്ടാണെങ്കിൽ ഇതിന് കുറച്ച് വെക്ടേഴ്സ് കൂടെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. സോ സർട്ടൻലി ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് V ആയിരിക്കും. കഴിഞ്ഞു അല്ലേ? ഇതിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ കൂടണം. സോ ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് V. അപ്പോൾ ഇവിടെ ലെസ് ദാനും വന്നു, ഇവിടെ ഈക്വൽ ടു വന്നു, ലെസ് ദാൻ ഈക്വൽ ടു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട സെൻറ്റൻസ് ഞാൻ പറയാം. ലെറ്റ് S is equal to this one be a basis for W. If S is also a basis for V, S Vക്ക് ബേസിസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് W is equal to ഡയമെൻഷൻ ഓഫ് V. If not, അല്ലെങ്കിലോ, if not, being a linearly independent set, S can be enlarged to a basis for V. Then certainly dimension of W less than dimension of V. ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്താൽ കമ്പൈനിങ് ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V. അതും കഴിഞ്ഞു. ഇനി തേർഡ് പാർട്ട് സി പാർട്ടിൽ എന്താ കാണിക്കേണ്ടത്? W is equal to V if and only if dimension of W is equal to dimension of V എന്നാ. ഒരു സൈഡ് ഇവിടെയും വളരെ ക്ലിയർ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൻഡ് രണ്ട് സൈഡ് പ്രൂവ് ചെയ്യണ്ടേ?
W equal to V ആണെങ്കിൽ തീർച്ചയായിട്ടും ഡയമെൻഷൻ ഓഫ് W is equal to ഡയമെൻഷൻ ഓഫ് V ആണ്. പ്രൂവ് ചെയ്യാനില്ല, ഇത് തിരിച്ചാ പ്രൂവ് ചെയ്യാനുള്ളത്. ഇത് അസ്യൂം ചെയ്യുക, ഇത് കാണിക്കുക. അപ്പോൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്? അസ്യൂം ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ഇതിനൊരു ബേസിസ് എടുക്കാം. ലെറ്റ് S is equal to V1, V2, V3, etc. Vm be a basis for W. W ന്റെ ബേസിസ് ആണ്. ഇനി ഈ ബേസിസ് വിയുടെ ബേസിസ് അല്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്, വിയുടെ ബേസിസ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്താക്കാൻ പറ്റും? ഇതിനെ നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും. എൻലാർജ് ചെയ്തിട്ട് വിയുടെ ഒരു ബേസിസ് ആക്കി മാറ്റാൻ പറ്റും. കാരണം എന്താ? ദിസ് ഇസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. So being a linearly independent set, this set can be enlarged to a basis for V ആണ് അല്ലേ? അപ്പോൾ ഇതിലേക്ക് എൻലാർജ് ചെയ്യുമ്പം നമ്പർ കൂടല്ലേ? അപ്പോൾ നമ്മുടെ ഡയമെൻഷൻ ഓഫ് V എന്തിനേക്കാളും കൂടും? ഇപ്പം നിലവിൽ M ഉള്ളത്, ആ എമ്മിനേക്കാളും കൂടും അല്ലേ? ഡയമെൻഷൻ ഓഫ് V എമ്മിനേക്കാളും കൂടും. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് V ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ്, ഈ M ആരുടെ ഡയമെൻഷൻ നോക്കിയേ? നമ്മൾ V1, V2, etc. Vm എഴുതില്ലേ? അത് ആരുടെ ബേസിസ്? W ബേസിസ്. സോ ഡയമെൻഷൻ ഓഫ് V ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് W. ശരിയല്ലേ? ഇത് കോൺട്രഡിക്ഷൻ അല്ലേ? എന്താ നമ്മുടെ അസംഷൻ? നമ്മുടെ അസംഷൻ ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V എന്നാ. ഇത് അസംഷൻ. ഇതിൻ്റെ കോൺട്രഡിക്ഷൻ അല്ലേ ഇത്? സോ ദിസ് വൺ ഷുഡ് ബി എ ബേസിസ് ഫോർ V ഓൾസോ. ഓക്കെ, സോ ദാറ്റ് W is equal to V ആണ്. ക്ലിയർ? ഇത്രയേ പ്രൂഫ് ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചേർക്കേണ്ട കാര്യങ്ങൾ പറയാം. അസ്യൂം ഡയമെൻഷൻ ഓഫ് W is equal to ഡയമെൻഷൻ ഓഫ് V and let S is equal to V1, V2, etc. Vm be a basis for W. If S is not a basis for V, then being a linearly independent set, S can be enlarged to a basis for V. Then dimension of W greater than M. M കൂടി. That is dimension of V greater than dimension of W, which is a contradiction to assumption that dimension of W is equal to dimension of V. Okay അല്ലേ? Hence W is equal to V ആണ്. ഓക്കെ, ഇതാണ് ഈ സെക്ഷനിലെ ലാസ്റ്റ് പ്രൂഫ്. ഓക്കെ, താങ്ക് യു.